അവരെ കാര്യം വിട്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയണ എനിക്ക് എന്നെ മനസ്സിലായില്ല, പിന്നെയാണ് ഓൽക്ക്. ഞാനിത് നിനക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം, എന്നിട്ട് നീ പറ ഇത് നടക്കോ ഇല്ലേ എന്നുള്ളത്. ഏകദേശം ഒരു ഐഡിയ എനിക്കുണ്ട്, അതുപോലെ. എന്നാ നീ പറ. അതായത് ആദ്യം കർട്ടൻ ഇങ്ങനെ പൊന്തുന്നു. കർട്ടനോ? കർട്ടൻ എവിടെയാ ജാസ്? കർട്ടന്റെ തുണിയാണെങ്കിൽ നമ്മുടെ ജോസേട്ടൻ കടയിൽ കിട്ടൂട്ടാ. കർട്ടൻ ഒന്നും വേണ്ട, ചേട്ടനൊന്ന് പോയെ. എന്ത് കർട്ടൻ ഇല്ലാതെ നാടൻ കളിക്കുക. അളിയാ, ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. വല്ല പെണ്ണു കേസും ആയിരിക്കും. അതെ, ഞാൻ ഈ പെണ്ണുങ്ങളായിട്ട് ചില ചാറ്റ് ഉണ്ടല്ലോ ടൈം പാസിന്, നിങ്ങൾക്കറിയാലോ. അതെടുത്തൊരു ഹസ്ബൻഡ് മെൽബണിലുണ്ട്, പുള്ളിക്ക് തന്നെ ഒന്ന് കാണണമെന്ന്. ആ, വല്ല മൊബൈൽ ഫോണും വാങ്ങി തരാനായിരിക്കും. ചിലപ്പോൾ റീചാർജും ചെയ്തു തരും. അതല്ലടാ, ഞാൻ എത്ര പറഞ്ഞിട്ടും പുള്ളിക്ക് മനസ്സിലാവില്ല, നേരിട്ട് കാണണമെന്ന്. നിങ്ങൾ എന്നോട് വരാമോ? എന്തിനു ഇടി മേടിക്കാനാ? എടാ, ഞാൻ പറയുന്നത് കേക്ക്. നീ അയാളെ അങ്ങോട്ട് ചെന്ന് കാണ്, അതാകുമ്പോ കാര്യങ്ങൾ എളുപ്പമായല്ലോ. അതെ. എടാ, എനിക്ക് തല്ലിയിട്ട് വലിയ ശീലമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാ പറയണേ. അയ്യോ, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്, ശീലായിക്കോളും. ഇതേ വിളിക്കണ്ടല്ലോ പുള്ളി. എടുത്തോ. ഹലോ, ആ അതെ, ഞാൻ അവിടെ തന്നെ ഉണ്ട്. എനിക്ക് ആ റൂമിന്റെ ലൊക്കേഷൻ ഒന്ന് അയക്കാമോ? ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. ആ ശരി, നേരം വെക്കണ്ട, പോയി നോക്കാം അല്ലേ? ഉണ്ടാവില്ലല്ലേ? ഓ, എൻ്റെ അടുത്ത് വരാമോടാ മെൽബൺ വരെ? നിന്നോടൊപ്പോ? ഓ, ചിലപ്പോ ഈ ഇടിയോടെ അവൻ നന്നാവിക്കില്ലേ? അവൻ തിരിച്ചു വന്നാ ഭാഗ്യം. അവനെങ്ങടാ പോന്ന്? ഈ എവിടെയായിരുന്നു? നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? ഡബിങ്ങിനുള്ള ആളെ കിട്ടിയോ? കിട്ടി. ഈ കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓസ്ട്രേലിയൻ ആക്സെന്റിൽ മലയാളം സംസാരിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് വേണ്ട. മലയാളി അസലായിട്ട് മലയാളം സംസാരിക്കോ? സൂപ്പർ ആയിട്ട് പറയും. ആണോ? ഞാൻ കയറി നോക്കാം. ഇവളോ? ഇയാളായിരുന്നോ? ഇത് ശരിയാവില്ല, പറഞ്ഞോട്. മനു, ഡോ, ഞാൻ തന്നോട് സോറി പറഞ്ഞതല്ലേ, പിന്നെന്താ പ്രശ്നം? മിയ. മിയ, തന്റെ ഈ ഡയലോഗ് ഡെലിവറി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിന് അവൾ ഇങ്ങനെയല്ലല്ലോ സംസാരിക്കാൻ പോകുന്നേ, കഥാപാത്രമായിട്ടല്ലേ. ഇതിനു മുമ്പ് വല്ലതും ഡബ് ചെയ്തിട്ടുണ്ടോ? ടിക്ടോക്ക്. ടിക്ടോക്ക്? ഇത് ടിക്ടോക്ക് അല്ല, മനുവിന്റെ നാടകമാണ്. മനുവിന്റെ നാടകത്തിന് ഈ നാട്ടിലൊരു നിലയും വിലയൊക്കെ ഉണ്ട്. അതറിയാം. കുട്ടി, നാളെ ഒരു മലയാള സിനിമയിൽ കാണാം, മനു കേരളീയൻ. അതിപ്പോ പൈസ ഉണ്ടെങ്കിൽ ആർക്കും പ്രൊഡ്യൂസ് ചെയ്തൂടെ? ഇവിടെ പറഞ്ഞേച്ചേ, അവളോടൊക്കെ വിളിച്ചാണ്ടല്ലോ. മനു, മനു നിക്ക്. അതെ, എന്ത് പരിപാടി? അതൊക്കെ ആവശ്യമായിരുന്നു, ഞാൻ പണ്ടേ വിചാരിച്ചതാ. മനു, നിന്നെ എനിക്കിഷ്ടമാണ്. നിന്റെ ബിസിനസ്സിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. കലയുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. ജോണേട്ടാ, ഇതിപ്പോ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ജോണേട്ടനും കൂടി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനൊരു ഡിഫറെന്റ് കളറാക്കി മാറ്റാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ശരിയാ, പക്ഷേ നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യരുത്. അതാണ് സോറി. ജോണേട്ടൻ ഒന്നുകൂടെ ആലോചിക്കുക. നമ്മള് ബിസിനസ്സുകാരെക്കാൾ കൂടുതൽ ബഹുമാനം കലാകാരന്മാർക്കാ. ഞാൻ ആലോചിക്കാം. ഞാൻ വെയിറ്റ് ചെയ്യാം. ശരി, അപ്പൊ ഇതുപോലെ നടക്കടോ. അങ്ങോട്ട് മാറി സംസാരിക്കാം. എന്താണ്? എടാ, ഏത് ഓ, അവിടെ നിന്നോ. എടാ, ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം ഒറ്റയ്ക്കാണ്. പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇന്നലെ വന്ന സന്ദീപ് വരെ പറഞ്ഞതെന്താ? ഇതെല്ലാം നിങ്ങളല്ലേ ചെയ്യുന്നതെന്ന്. ജോണേട്ടനെ പോലെയോ ഒരു അസോസിയേഷനെ പോലെയോ ആരെങ്കിലും ഒരാൾ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മളെ അംഗീകരിച്ച് നമ്മുടെ കൂടെ നിന്ന അതിന്റെ വില വേറെയാ. ആണോ? ആ, അതാണ്. അതെ, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാട്ടാ വയ്യ. ഞാൻ വിളിക്കാട്ടാ. ഞാൻ വിളിക്കാന്നേ. ഇപ്പൊ അതിനൊന്നും പറ്റിയ അവസ്ഥയല്ല. പ്രതീക്ഷിച്ച പോലൊന്നും ഇല്ലല്ലോ. ഇത് തല്ലി ഓടിച്ചൊന്നുമല്ല, ഓടിയിപ്പോ വീണതാ. അന്നയാള് വേറൊന്നും ചെയ്തില്ലേ? പുള്ളി നമ്മള് വിചാരിച്ച പോലെ അല്ല, മിടുക്കനാ. ഉള്ളിലൊരു തരി മുറിവറ്റാതെ പുള്ളി കൃത്യമായിട്ട് കാര്യം ഡീൽ ചെയ്ത്. അമ്മേ, ഇനിയെങ്കിലും നിനക്ക് ഈ പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? നിർത്തണമെന്നുണ്ട്, പക്ഷെ പറ്റണ്ടേ. ഞങ്ങളുടെ ജീനിലെ ഈ പാരമ്പര്യമായിട്ട് ഈ പ്രണയത്തിന്റെ ഒരു അസ്കിത ഉണ്ട്. പ്രണയത്തിന്റെ അസ്കിത? നീ ഈ കാസനമാന്ന് കേട്ടിട്ടില്ലേ? അത് ലാലേട്ടന്റെ പടല്ലേ?
അല്ലേ? മനു, ഈ കാസനോ അവസാനമായിട്ട് പ്രണയിച്ചാരെന്നറിയാമോ? ആരെ? എന്റെ മുതുമുത്തശ്ശീനെ. ഉം. ചിരിക്കണ്ട, ഞാനേ ഇത് ഗൂഗിളിൽ നിന്ന് കണ്ടുപിടിച്ചതാ. നീ അലക്സാണ്ടർ എഴുതാനെ പറ്റി വായിച്ചിട്ടുണ്ടാ? ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ആ മനു, നീ വായിച്ചിട്ടില്ലേ? നീ ഒരു കലാകാരനല്ലേ? ഈ അലക്സാണ്ടർ ഏഴാമൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നപ്പോ പുള്ളിനെ പിക്ക് ചെയ്യാൻ ചെന്നത് എന്റെ മുതുമുത്തച്ഛനാണ്. എന്റെ മുതുമുത്തച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിലെ കുതിരപ്പുറത്ത് മുത്തശ്ശീനെയും കൊണ്ട് പുള്ളിനെ പിക്ക് ചെയ്യാൻ ചെന്ന് നേരെ അലക്സാണ്ടർ ചക്രവർത്തിനെ കുതിരപ്പുറത്ത് കയറ്റി ഞങ്ങളുടെ ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പുള്ളിക്ക് മുള്ളാൻ പോണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിനെ കൊണ്ട് മുള്ളിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ആക്കുമ്പോ എന്റെ മുതുമുത്തശ്ശി ഈ കുതിരക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അലക്സാണ്ടർ ചക്രവർത്തി മുതുമുത്തശ്ശിയും കണ്ണുകൾ തമ്മിൽ ഉടക്കി അവര് തമ്മിൽ പ്രണയത്തിലായി. മുത്തശ്ശിനെ കൊണ്ട് പുള്ളി റോമിലേക്ക് പോയി. മനസ്സിലായില്ലേ? അതാണ് വണ്ടി ഒലക്കാണ്. എടോ, ഓനെ പെട്ടെന്ന് മെന്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. ഇനി എന്താ ചെയ്യാ? കളയാൻ പറ്റുമോ? അത് ഈ കലാകാരൻ എന്ന് പറഞ്ഞോണ്ടാ. ആ എത്ര തവണ കേറിയാലും ഇത് താഴേക്ക് പോകുമ്പോ ഒരാന്തല. അതെന്താ? ഞാൻ പറഞ്ഞ അത്രയ്ക്ക് വലിയ തെറ്റാണോ? ഞങ്ങളൊക്കെ കേട്ട അഭിമാനക്ഷേതം ഉണ്ടാവും പേടിച്ചിട്ടായിരിക്കും അല്ലേ? നീ ആരാ? നിങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ചയാണെങ്കിൽ നിങ്ങൾക്ക് കൂടാം. ഇത് ഞാനും എൻ്റെ മക്കളും തമ്മിലുള്ള സംസാരമാണ്. വെറുതല്ല, ഇത് ലിഫ്റ്റിൽ ജനിച്ചു പോണതാ. ഒരു സംശയം വേണ്ട. ഭൂവാലന്മാരാ എന്നോടാ കളി. അതിന്റെ ചെള്ള അടിച്ച് ഞാൻ പിടിച്ചാല്. എന്താ? നമസ്കാരം. വെള്ളരിപ്രാവുകളെ പോലെയാണ് കേരളത്തിലെ മനുഷ്യരുടെ മനസ്സ്, അവരുടെ പൈതൃകം. അതുകൊണ്ടാണ് കേരളത്തിന്റെ സംസ്കാരം ഇവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ പറയുന്നത്. ഓ, അങ്ങനെ. എടോ, അതിന്റെയൊക്കെ ആയിട്ടാണല്ലോ ഞാൻ ഇവിടെ കുത്താമ്പുള്ളി വേഷവും കേരളത്തിന്റെ ഭക്ഷണമൊക്കെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് മനസ്സിലായില്ലേ? ഇത് ആ ചെക്കനല്ലേ? നോക്ക്, ഇത് ഈ ചെക്കനാണല്ലോ. അതെ, കാണാനില്ല. പിടിക്കല്ലേ? വാ. ഹായ്. അല്ല, ഇത് തന്റെ വീടാണോ? അല്ല, ഇത് അവന്റെ വീടാ. എന്താ കാര്യം? അല്ല, ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടില്ലേ? ആ, ചാർലേച്ചി, ഇതേടെ മോനെ കൊണ്ടുവന്നിരിക്കുന്നു. വാടാ, കറി പോകത്ത്. ചെല്, പോയി കുളിക്ക്. അമ്മയ്ക്ക് സന്തോഷാവട്ടെ. അതെ, നമ്മൾ രണ്ടാൾ ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ഈ കുട്ടി അവിടെ ഇരിക്കുന്നത് കണ്ട് നമ്മളെ കൈമ കിട്ടിയ ഡോളർ പോവാ. ഓളെ പിടിച്ചെടുത്ത നമ്മളെ വേണം പറയാം. മനുഷ്യനെ സ്വീപ്പാക്കാൻ ചെക്കനെ എത്രയും മെനക്കെട്ട് പിടിച്ചിട്ടൊരു കാര്യമില്ലണ്ടായിപ്പേ. ഇത്ര വൃത്തികെട്ടൊരു ഫാമിലി ജമ്മത്തി ഞാൻ കണ്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ല. കാണാതായ കുട്ടീനെ പിടിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ടേ ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ല. അതല്ല, അതെന്താന്നറിയോ? ഇന്റെ ഒരു അറിവ് വെച്ചിട്ട് നിങ്ങള് 10ാമത്തെ ടീമാണ് അതിനെ പിടിച്ചോണ്ട് വരുന്നേ. 10ാമത്തെ ടീമോ? ആ, ഒരു 1.5 വർഷം മുമ്പ് ഇവനെ കാണാനില്ല എന്ന് പറഞ്ഞ് സർലേച്ചി വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ഇവന്റെ ഫോട്ടോ വെച്ചിട്ടേ. കുട്ടിയുടെ പോയിരുന്നു. അവൻ എവിടെയും പോയിട്ടില്ല. അവൻ അവന്റെ ഫ്രണ്ടിന്റെ അവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇവനെ കണ്ടു കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ട്. അതാരും കണ്ടിട്ടില്ല. ഈ പഴയ മെസ്സേജ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവൻ കണ്ട മെസ്സേജ് പഴയ മെസ്സേജാ? ആ കാര്യത്തിൽ ഒരു സംശയമില്ല.